a shooting star. We're running round in circles. Love feels so invincible. Feel you when there's no one around. Your beauty's so amazing. I will always hold you down. Your heart will be kept safe and sound. Welcome to my grocery shopping vlog. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗാണ്. എനിക്കെന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇവിടുത്തെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ കോഫ്ലാൻഡ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലാണ് പോണത്. അതാണ് എനിക്ക് ഇവിടുത്തെ നിയറസ്റ്റ്, എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും അടുത്തുള്ളത് ആ സൂപ്പർ മാർക്കറ്റാണ്. എനിക്കൊരു 5 മിനിറ്റൊക്കെ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന്. ഞാൻ ഇപ്പോൾ ഏകദേശം നടന്നിവിടെ എത്താറായി. എനിക്ക് ആക്ച്വലി ഇവിടെ ജർമ്മനിയിൽ എല്ലാ സ്റ്റുഡൻസായിട്ട് വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മൾ വീക്കിലി മെയിനായിട്ട് കഴിക്കണത് ബ്രെഡ്, എഗ്ഗ്, പാല് ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ അതെല്ലാം തീർന്നു. അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് വന്നത്. അതെന്തായാലും എസെൻഷ്യലാണ്. ഇവിടെ ജീവിച്ച് പോകണമെങ്കിൽ അതെന്തായാലും മാൻഡേറ്ററി ആണ്. അപ്പോൾ എന്തായാലും അത് പോയി സ്റ്റോക്ക് ചെയ്യണം. ഞാൻ ഇവിടെ എത്തി, ഞാൻ കാണിച്ചു തരാം സൂപ്പർ മാർക്കറ്റ്. നല്ല വെയിലുള്ള ദിവസമാണ്. വെയിലല്ല, സൂര്യനുള്ള ദിവസമാണ്. തണുപ്പും കുറവാണ്. അതുകൊണ്ട് സൂര്യൻ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഫുൾ ഡേയിൽ അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കോഫ്ലാൻഡ്. അതായത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടും. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഇവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഞാൻ ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ ട്രോളി എടുത്ത് പയ്യെ തള്ളി അകത്തോട്ട് പോവാണ്. അങ്ങനെ അകത്ത് കയറി. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഫാൻ മെഷീൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ റീസൈക്കിൾ ചെയ്യാനുള്ള ബോട്ടിൽസോ ടിൻസൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ആ ബോട്ടിൽസിന് ഫാൻ്റെ പേ ചെയ്തേക്കണം അത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അകത്ത് കയറിയപ്പോൾ തന്നെ കുറേ റെഡ് മാർക്സ് കാണാം. ഇവിടെ ആക്ച്വലി റെഡ് ഇങ്ങനെ കളർ കാണിക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ഓഫേഴ്സ് നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ കുറേ ഡിസ്കൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയെടുക്കാം. അപ്പോൾ സാധാരണ ഇവിടെ €1 ഇട്ടിട്ട് വേണമായിരുന്നു മറ്റേ ട്രോളി എടുക്കാൻ. പക്ഷേ കുറേ പേര് അവിടെ ഓൾറെഡി റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ട്രോളിയാണ് എടുത്തത്. ഞാനിനിയിപ്പോൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് പ്രൈസസും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട്. ഞാൻ മെയിനായിട്ട് ബനാന, ആപ്പിൾ, അതൊക്കെയാണ്, ഗ്രേപ്സ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് വാങ്ങൽ. ഇവിടെ കോമൺ ആയിട്ട് ബ്ലൂബെറി, സ്ട്രോബെറി, അങ്ങനെ കുറേ ബെറി ഐറ്റംസ് നമുക്ക് കാണാം. പിന്നെ അവക്കാഡോസ്, കിവി, ആപ്പിൾ, ബനാന, അങ്ങനെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അവക്കാഡോവും ബെറീസൊക്കെ ഭയങ്കര റെയറാണല്ലോ. റെയറല്ല, ആക്ച്വലി സാധാ ഗ്രോസറി ഷോപ്സിലൊക്കെ അങ്ങനെ കിട്ടലില്ല. പക്ഷേ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ ബെറീസും ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും കാണൽ. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടാവും. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇതിൽ ഏത് എടുക്കണം എന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ഏതാണോ ഉള്ളതിൽ ചീപ്പെന്ന് നോക്കി അതാണ് എടുക്കൽ. കാരണം ഇവിടെ ബയോ ഫ്രൂട്ട്സ് കിട്ടും. അതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും സാധാ ഫ്രൂട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യാം. മിക്കപ്പോഴും രാവിലെ ഷേക്ക് അടിച്ച് കുടിക്കുന്നതുകൊണ്ട് മസ്റ്റായിട്ട് വാങ്ങുന്ന ഒരു ഐറ്റമാണ് ബനാന. ബനാന തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഞാൻ സാധാ കോമൺ ബനാനയാണ് വാങ്ങൽ. ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് ബനാനാസാണ് കിട്ടണത്. നാട്ടിലെ പോലെ ഇങ്ങനെ ഏത്തപ്പഴം, കുഞ്ഞുപഴം, അങ്ങനെ മറ്റു പഴങ്ങളൊന്നുമില്ല. റോബസ്റ്റിൻ്റെ ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മളിവിടെ വന്ന് മെഷീനിൽ വന്നിട്ട് നമ്മൾ തന്നെയാണ് ഇവിടെ എല്ലാം വേയൊക്കെ ചെയ്ത് ബില്ലൊക്കെ അടയ്ക്കണത്. ഇവിടെ ആരും അങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കില്ല എന്ന് തോന്നുന്നു. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ചെയ്യും. മേ ബി അവിടെ കൗണ്ടറിൻ്റെ അവിടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ എത്രയാണ് വെയിറ്റ് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് അതിലെടുത്ത് സ്ലിപ്പ് അതിലൊട്ടിച്ച് വയ്ക്കും. സോ നമ്മൾ പഴം വാങ്ങിച്ചു. പഴം നമ്മൾ വെയ് ചെയ്തിട്ട് നമ്മൾ കവറിലാക്കി വെച്ചു. ഇനി നമുക്ക് സവാള വാങ്ങണം. നമ്മൾ സവാള സെക്ഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സവാള സെക്ഷനിലെത്തി. ഇവിടെ 2 തരം സവാള ഉണ്ട്. ഇത് വൈറ്റ് സവാളയും പിന്നെ മറ്റേത് റെഡ് സവാളയും. വൈറ്റ് സവാളയ്ക്ക് 2 kgക്ക് €2.29 ആണ്. ഇത് 6 months മുന്നേ ഉള്ള വീഡിയോ ആണ്. ബട്ട് ഇപ്പോൾ 1 kgക്ക് അറൗണ്ട് €2 ആണ്. നമ്മളൊരു 2 kgയുടെ പാക്കറ്റ് എടുത്തു.
ഇത് ലെമണിൻ്റെ സെക്ഷനാണ്. ചെറുതും വലുതൊക്കെ കിട്ടും ഇവിടെ. ലെമണൊക്കെ ആക്ച്വലി പെർ പീസിനാണ് റേറ്റ്. ഒരു പീസിന് 0.49 യൂറോസ് അങ്ങനെ. അതായത് ഒരു നാരങ്ങയ്ക്ക് അറൗണ്ട് 45 രൂപയൊക്കെയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി. ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മിക്കപ്പോഴും സാധനങ്ങൾ പെട്ടെന്ന് കഴിയും. രാത്രിയൊക്കെ ഒരു ആക്ച്വലി 10 മണി വരെ ഉണ്ട് കട. പക്ഷെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും ബനാന ഒന്നും കിട്ടലേ ഉണ്ടാവില്ല. അതിന് മുന്നേ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരത്തെ വരണം സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ. സാറ്റർഡേ ആണെങ്കിൽ പറയാൻ വേണ്ട, മിക്ക സാധനങ്ങൾ ഫുൾ എംപ്റ്റി ആയിരിക്കും. ഇങ്ങനെ റെഡിൽ കാണിക്കുകയാണെങ്കിൽ അത് ഡിസ്കൗണ്ടിൽ ഇട്ടേക്കാന്നാണ് അർത്ഥം. ഇപ്പം തന്നെ അത്രയും പൊട്ടറ്റോസിന് 3.79 യൂറോസിനാണ് ഇട്ടേക്കണേ. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലാഭമായിരിക്കും. മഷ്റൂംസൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവിടെ മിക്കവരും വാങ്ങണ ഒരു മെയിൻ ഐറ്റമാണ് മഷ്റൂംസ്. പിന്നെ ക്യാപ്സിക്കം. ഇതാണ് ഇവിടുത്തെ സ്പൈസസിൻ്റെ സെക്ഷൻ. പക്ഷെ സ്പൈസസിന് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് എല്ലാവരും നാട്ടിൽ നിന്ന് വരും. ഇഷ്ടംപോലെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ 1 ഇയറിലേക്കൊക്കെ സ്റ്റോക്കാക്കിയിട്ടാണ് കൊണ്ടുവരൽ. ഇവിടെ തക്കാളിയൊക്കെ വാങ്ങാൻ വന്നാൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിക്കും. കാരണം പലതരം തക്കാളികളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കടയിൽ പോയി വാങ്ങാനാണെങ്കിൽ ആകെ ഒരു ടൈപ്പൊക്കെ കാണലുള്ളൂ. ഇവിടെ കുഞ്ഞിത് വലുതിൻ്റെ അങ്ങനെ ഇഷ്ടംപോലെ തക്കാളികൾ. ഇതൊക്കെ ഉപ്പിലിട്ട സെക്ഷനാണ്. പല സാധനങ്ങളും ഉപ്പിലിട്ടത് വാങ്ങാൻ കിട്ടും. ഞാൻ ഇതുവരെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഉപ്പിലിട്ടതിനോട് ഒരു ക്രേസും ഇല്ല. എനിക്കങ്ങനെ പുളി ഐറ്റംസിനോട് വലിയ ഇഷ്ടമില്ല. പിന്നെ കുറേ പല വെറൈറ്റീസ് ഓഫ് സോസേജസ്, ബട്ടർ, ഫിഷ്, ചിക്കൻ, അങ്ങനെ മീറ്റ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതുപോലെ പല വെറൈറ്റീസ് ഓഫ് ചീസും ബട്ടറൊക്കെ കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങാം. പിന്നെ ചിക്കൻ അങ്ങനെ എല്ലാ തരം മീറ്റുകളുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ നിന്നല്ല വാങ്ങൽ. ഞാൻ ഹലാൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങുക. അതുപോലെ ഫ്രോസൺ വെജിറ്റബിൾസ് കിട്ടും. അച്ചിങ്ങ, പീസ് അങ്ങനെ കുറേ ഉണ്ട്. ക്യാരറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. പിന്നെ ഫിഷസും ഫ്രോസൺ കിട്ടും. കുറേ വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ആകെ 1-2 അങ്ങനെ ട്രൈ ചെയ്തു. ബ്രെഡിൻ്റെ സെക്ഷനിലാണ്. ഇവിടെ കുറേ ടൈപ്പ് ബ്രെഡ്സ് കാണാൻ പറ്റും. ഇവിടുത്തെ ജർമ്മനിലെ ബ്രെഡ്സിനൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയണത്. ഒരു ബ്രെഡ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സംഭവങ്ങൾ, സ്നാക്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു സെക്ഷൻ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒരു ബ്രെഡിൻ്റെ കലവറ തന്നെ ഉണ്ടാവും. ഒരു ബ്രെഡിന് തന്നെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടാവും. പല വെറൈറ്റീസ് ഓഫ് ബ്രെഡ്സ് ഉണ്ടാവും. ഞാൻ എപ്പോഴും കോമൺ ആയിട്ട് എപ്പോഴും ഒരു ഒന്നല്ലെങ്കിൽ ബട്ടർ ടോസ്റ്റിൻ്റെ അല്ലെങ്കിൽ വീറ്റ് ബ്രെഡാണ് വാങ്ങൽ. അതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് സാധനമാണോ വാങ്ങാൻ ഇഷ്ടമുള്ളത് അത് നമുക്ക് അവിടെ നിന്ന് ഒരു കവറിൽ എടുത്തിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ കൗണ്ടറിൽ പോയി പേ ചെയ്താൽ മതി. അതുപോലെ ഇവിടെ നമുക്ക് ഫ്രഷ്ലി ബേക്ക്ഡ് ബ്രെഡ്സ് കിട്ടും. അതായത് അന്ന് ഉണ്ടാക്കിയ ബ്രെഡ്സ് കിട്ടും. അതാണ് ഈ കാണണത് മൊത്തം. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. നട്ട്സൊക്കെ ഉള്ളത്, നട്ട്സ് ഇല്ലാത്തത്, അങ്ങനെ അന്നത്തെ ബ്രെഡായിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ അത് വാങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രെഡ് എടുത്തിട്ട് ഈ മെഷീനിൽ വന്നിട്ട് നമുക്കതിനെ സ്ലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര തിക്നെസ്സിൽ വേണമെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തതിനാൽ അതേ തിക്നെസ്സിൽ അത് കട്ടായി വരും. നെക്സ്റ്റ് നമ്മൾ പാലിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഇവിടെ പാലും നമുക്ക് ഫാറ്റ് അനുസരിച്ചെടുക്കാം. 1.5 ഉണ്ട്, 3.5 ഉണ്ട്. ഞാൻ മിക്കപ്പോഴും 3.5 ഫാറ്റിൻ്റെ പാലാണ് വാങ്ങൽ. പാലിന് ഇവിടെ റേറ്റ് കുറവാണ്. കമ്പാരിറ്റീവ്ലി അറൗണ്ട് 1 യൂറോസേ ഉള്ളൂ. അതാണ് ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് സാധനമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാണുന്ന സെക്ഷൻ മൊത്തം ബട്ടറുകളാണ്. നമുക്ക് ഇഷ്ടമുള്ള ബട്ടർ വേണമെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ അടുത്ത ചെല്ലണത് മുട്ട എടുക്കാനാണ്. നേരത്തെ പറഞ്ഞ പോലെ മുട്ടയ്ക്ക് ഇവിടെ പല വെറൈറ്റി ഉണ്ട്. കൂട്ടിലിട്ട് വളർത്തിയ കോഴിയുടെ മുട്ട, കൂട്ടിലിടാതെ പുറത്തിട്ട് വളർത്തിയ കോഴിയുടെ മുട്ട, അങ്ങനെ പല സ്ഥലത്തിട്ട് വളർത്തിയ കോഴിയുടെ മുട്ട, അങ്ങനെയൊക്കെ. ഞാൻ 10 ഒരു പാക്കാണ് എടുക്കൽ. സോ അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ടോയ്ലറ്റ് പേപ്പർ, ടിഷ്യൂ പേപ്പറിൻ്റെ സെക്ഷനിലാണ്. ഇവിടെ വരാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാം. ഒരു 1 സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ തന്നെ പറയാം. ഇവിടെ ടിഷ്യൂ പേപ്പർ, മറ്റേ കോസ്മെറ്റിക്സ്, സ്കിൻ കെയർ, അങ്ങനത്തെ സെക്ഷനാണ് ഈ സൈഡിൽ വരണത്. ടിഷ്യൂ ഇല്ലാത്ത ജീവിതം ജർമ്മനിയിലില്ലല്ലോ. അതുകൊണ്ട് ടിഷ്യൂ ഇസ് എ മസ്റ്റ്.
പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ഥലം തന്നെ മദ്യത്തിന് വേണ്ടി ഇവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിനേക്കായി വില കുറവിന് കിട്ടണം ഒരേ ഒരു സാധനമാണ് ഇവിടെ മദ്യം. നെക്സ്റ്റ് നമ്മൾ എന്തായാലും പോകാറുള്ള ഒരു സെക്ഷനിലേക്കാണ് പോയത്, ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റും ഐസ്ക്രീംസും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൂടുതലായിട്ട് ഞാൻ ഈ മിൽക്ക എന്ന് പറഞ്ഞ ബ്രാൻഡ് കണ്ടിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ. അത് ജർമ്മനി ആണോ സ്വിറ്റ്സർലാൻഡ് മെയ്ഡാണോ എന്ന് എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഫെറോറോ, അതിൻ്റെയും ഞാൻ കുറേ വെറൈറ്റീസ് കണ്ടിട്ടുണ്ട്. നാട്ടിൽ നമുക്ക് ആക്ച്വലി ഒരു മെയ്ഡാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നാട്ടിലൊക്കെ പോകുന്നവർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ച്വലി ചില ചോക്ലേറ്റ്സിലൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. അതല്ല, ചിലവർക്ക് ആൽക്കഹോൾ മെയ്ഡ് ചോക്ലേറ്റ്സിനോട് താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് കഴിക്കാത്തവരുണ്ടാവും. സോ അതെപ്പോഴും ശ്രദ്ധിക്കണം വാങ്ങുമ്പോൾ. എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് ഈ ഗ്രോസറി ഷോപ്പിംഗ്. അടുത്തായതുകൊണ്ട് നടന്ന് വരും. പിന്നെ സാധനങ്ങളൊക്കെ ചുമ്മാ വാങ്ങിയില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ ഇതിക്കൂടെ ഇങ്ങനെ തേരാപ്പാര നടക്കും. ഒരു എക്സസൈസും ആണല്ലോ, കുറേ നടക്കലും ആവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി വാങ്ങിയിട്ട് പോകും. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ എന്ത് സുഖമാണ്, എന്തെങ്കിലും വണ്ടിയായിട്ട് വരാം, സാധനങ്ങൾ വാങ്ങാൻ പോവാം. ഇവിടെ നമ്മൾ തന്നെ എല്ലാം എടുത്ത് തപ്പി, വണ്ടിയൊന്നുമില്ലല്ലോ, എല്ലാം ചുമന്ന് നമ്മുടെ റൂമിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ഊപ്പാട് ഇളകിയിട്ടുണ്ടാവും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു കോർണർ കണ്ടുപിടിച്ചു. ഞാൻ ഇവിടെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ അധികം ആരെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ഇൻട്രോ എടുക്കാം. ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ ഭയങ്കര മടിയാണ്, സംസാരിക്കാനൊക്കെ മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ഒന്നും കൂടുതൽ ചെയ്യാത്തത്. ഇവിടെ ബ്രെഡ് സെക്ഷൻ പോലെ വേറൊരു സെക്ഷനാണ് ഇങ്ങനെ പൊടികളുടെ, അതായത് ഗോതമ്പ് പൊടി, മൈദപ്പൊടി, അങ്ങനെ പലതരം പൊടികളുണ്ട്. ഇവിടെ ആക്ച്വലി നമ്പർ അനുസരിച്ചിട്ടാണ്, ഓരോ പൊടിക്കും ഓരോ നമ്പർ ഉണ്ടാവും. ഇപ്പോൾ 405 എന്ന് പറയുന്നത് മൈദയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും ഗോതമ്പിന്. അങ്ങനെ 630, അങ്ങനെ ഓരോ നമ്പർ ഉണ്ടാവും. എനിക്ക് കറക്റ്റ് അറിയില്ല ഓരോ നമ്പേഴ്സിൻ്റെ ഫ്ലോർ എന്തിനാണ് യൂസ് ചെയ്യണതെന്ന്. പിന്നെ നമുക്കതുപോലെ ഫ്രോസണായിട്ടുള്ള തേങ്ങ ചിരകിയത് വാങ്ങാൻ കിട്ടും. അതിങ്ങനെ ചെറിയ 100 grams 200 grams പാക്കറ്റ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് അത് എടുത്തിട്ട് യൂസ് ചെയ്യാം. സോ നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ്, മിൽക്ക്, എഗ്ഗ്, പിന്നെ കുറച്ച് സവാളയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ബാക്കി പച്ചക്കറികളൊക്കെ ഉണ്ട്. ചിക്കൻ ഞാൻ യൂഷ്വലി ഇവിടെ നിന്നല്ല വാങ്ങൽ, തുർക്കി ഷോപ്പിൽ നിന്നാണ് വാങ്ങൽ. അപ്പോൾ ഹലാലായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് ഒത്തിരി ഒന്നും അങ്ങനെ കവർ ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഒരു ദിവസം ആരെങ്കിലുമൊക്കെ ഒപ്പം വരുമ്പോൾ, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കണേ. അതുകൊണ്ട് ഈ ട്രോളിയും വീഡിയോ എടുക്കലും രണ്ടും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി പാടാണ്. ഞാൻ ഇനി വേറെ ഒരാളുടെ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണെന്നും ഇവിടുത്തെ ഷോപ്പിങ്ങും എങ്ങനെയൊക്കെയാണെന്നൊക്കെ. ഞാൻ ഇപ്പോൾ എന്തായാലും എൻ്റെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ ബില്ല് ചെയ്തിട്ട് ഇറങ്ങുവാണ്. ഞാൻ എവിടെയാണ് അതെല്ലാം ഞാൻ കാണിക്കാം വീഡിയോയിൽ. പേ ചെയ്യാൻ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കൗണ്ടേഴ്സ് ഓപ്പൺ ആണെങ്കിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്യൂലൊക്കെ നിന്ന് പയ്യെ പേ ചെയ്യണം. അങ്ങനെ നമ്മൾ 5 ഐറ്റം വാങ്ങിയപ്പോഴത്തേക്കും €7 ആയി. സോ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ജർമ്മനിയെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചോദിക്കുക. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ബൈ.